അല്പസമയത്തെ വേദചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്കൊരുമിച്ച് ഒരാൾക്കുള്ള ശബ്ദമുയർത്തി വായിച്ചാലും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങൾ. നമ്മുടെ കണ്ണുകൾ ദിവസം അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഈ തിരുവചനം ഞങ്ങളോട് ആഴമായി സംസാരിക്കണമേ. ശുശ്രൂഷിപ്പാൻ കർത്താവ് അടിയനെ ബലപ്പെടുത്തി ബലഹീനതകളെ കർത്താവ് നീക്കണമേ. ദൈവത്തിൻ്റെ കരത്തിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. മുഴുവനും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർ കാര്യങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നാം വായിച്ച് കേട്ട വേദഭാഗം എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആമേൻ. ഇത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യമാണെങ്കിൽ തന്നെയും ക്രിസ്തുവിനെ യോഹന്നാൻ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകം കൂടെയാണ്. എന്നാൽ അവിടെ പറയാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ആ വചനം നമ്മുടെ മുമ്പിൽ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വേദഭാഗം കൂടെ കൂട്ടി വായിച്ചിട്ട് ആ ഭാഗത്തിലേക്ക് വിവരിക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ ശരണപ്പെടുകയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായി നിന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു. അപ്പം നോക്കുക, പാഴും ശൂന്യമായിരുന്ന ഈ ഭൂമിയുടെ മേൽ ജീവൻ്റെ ആത്മാവ് എന്ത് ചെയ്തു? വെള്ളത്തിന്മീതെ പരിവരിച്ചപ്പോൾ അവിടെ ജീവനുണ്ടായി എന്ന് പറഞ്ഞതുപോലെ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു. അപ്പം ഇവിടെ വേദപണ്ഡിതാക്കന്മാർ പറയുകയാണ്, കോടാടികോടി വർഷങ്ങൾക്ക് മുമ്പേ, ചിലർ പറയുന്നു ലക്ഷക്കണക്ക് വർഷങ്ങൾക്ക് മുമ്പെയാണ് ഇതെന്ത് ചെയ്യുന്നത്, ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പേ ഈ ഭൂമി ഉൽപ്പത്തിയുടെ ആരംഭം മുതൽ തന്നെ ദൈവത്തിൻ്റെ വചനം എവിടെ ഉണ്ടായിരുന്നു? ഈ പാഴും ശൂന്യമായിരുന്ന ഈ പ്രപഞ്ചത്തിലുണ്ടായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് നാം പാഴും ശൂന്യമായിരുന്നു. ഒന്നിനും കൊള്ളാത്തവരായിരുന്നു. പക്ഷേ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതുമുണ്ടായി. അങ്ങനെയെങ്കിൽ ആദ്യമായി കേട്ട ശബ്ദം പാഴും ശൂന്യമായി കിടന്ന മണ്ഡലത്തിൽ മേല. പിന്നീട് കേട്ട ശബ്ദം ജീവൻ തുടുപ്പ് അനുഭവിച്ച മണ്ഡലത്തിലാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് വിശ്വാസത്തോടെ പറയാനുള്ളത്, കർത്താവേ, പാഴും ശൂന്യമായി എന്നെ നീ തെരഞ്ഞെടുത്തുവെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒരു ആത്മാവിന് നിത്യമായി നീ ഒന്ന് പകരണമേ. അതിന് 2-ാമത്തെ ഭാഗത്തിലേക്ക് പോവുകയാണെങ്കിൽ അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. എന്നാൽ ദൈവത്തോടു കൂടെ ആയിരുന്നവൻ എന്ത് ചെയ്തു? ഈ ഭൂമിയിലേക്ക് ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 15-ഉം 16-ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമാണ്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. അപ്പം വചനം മാത്രമല്ല, വചനത്തോടുകൂടെ ദൈവത്തിൻ്റെ സ്നേഹവും ഇറങ്ങി വന്നു. നമ്മുടെ ദൈവത്തിന് പ്രത്യേകതയുണ്ട്. അവന് ആരെയും വെറുത്ത് മുന്നോട്ട് പോകുവാൻ കഴിയില്ല. അവൻ സ്നേഹ സ്വഭാവമുള്ള, സ്നേഹത്തിൻ്റെ സമ്പത്തിൻ്റെ ഉടയവനായ ഒരു ദൈവമാണ്. അങ്ങനെയെങ്കിൽ അടുത്തിരിക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് പറ, യേശു നമ്മെ സ്നേഹിക്കുന്നു. പാസ്റ്റർ, യേശു നമ്മെ സ്നേഹിക്കുന്നു. പാസ്റ്റർ, യേശു നമ്മെ സ്നേഹിക്കുന്നു. അടുത്തിരിക്കുന്നവർ ചിരിച്ച മുഖത്തോടെ ഒന്ന് പറഞ്ഞാട്ടെ, യേശു കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് ഈ ആണ്ടിൻ്റെ ചില ആഴ്ച
ആഴ്ചകൾ കഴിഞ്ഞിട്ടും ജീവനോടെ കർത്താവിനെ ആരാധിപ്പാൻ ദൈവ സാന്നിധ്യമുള്ള ദൈവത്തിൻ്റെ ഈ ആലയത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് പറയുന്നു? മാവേലിക്കലായിരുന്നു ഞങ്ങളെ ഈ പ്രഭാതത്തിൽ ദൈവം ഇവിടെ കൊണ്ടുവന്നത്. ദൈവത്തിൻ്റെ സ്നേഹം ഞങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ പറയണം, കർത്താവിൻ്റെ സ്നേഹം ഒന്ന് തൊട്ടു നോക്കുവാനല്ല, കർത്താവിൻ്റെ സ്നേഹം ഒന്ന് മണത്തറിയുവാനുള്ളതല്ല, കർത്താവിൻ്റെ സ്നേഹം അത് അനുഭവിച്ചറിയുവാനുള്ളതാ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ വിശ്വാസത്തോടെ കർത്താവേ, നീ എൻ്റെ കുടുംബത്തെ ഒന്ന് സ്നേഹിക്കണമേ, എൻ്റെ തലമുറയെ ഒന്ന് സ്നേഹിക്കണമേ, എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് സ്നേഹിക്കണമേ, എൻ്റെ സഭയെ ഒന്ന് സ്നേഹിക്കണമേ, എൻ്റെ ദാസനെ ഒന്ന് സ്നേഹിക്കണമേ, തൻ്റെ കുടുംബത്തെ ഒന്ന് സ്നേഹിക്കണമേ, ഈ ദേശത്തെ അങ്ങൊന്ന് സ്നേഹിക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ സ്നേഹം ഒരു വീശുവല വീശി എറിയുന്നത് പോലെ നമ്മുടെ മേൽ വന്നതുകൊണ്ട് നാം രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ദൈവരാജ്യത്തിൻ്റെ ഒരു പങ്കാളിയായി തീരുവാനും ഇവിടെയായി തീർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ പറഞ്ഞ കർത്താവേ, നിന്റെ സ്നേഹം മാത്രമല്ല, നിന്റെ ജീവനുള്ള വചനം എൻ്റെ ഉള്ളിൽ ഒരു ദീപമായി കത്തട്ടെ. അങ്ങനെയാണ് നമ്മളൊരു വെളിച്ചമായി മാറുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ വളരെ പ്രസക്തമാണ്. നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആ ദിവ്യമായ വെളിച്ചം നമ്മുടെ മേൽ പകർന്നപ്പോഴാണ് നാമും എൻ്റെ ഒരു വെളിച്ചമായി തീർന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഈ ഉപവാസ പ്രാർത്ഥന എത്ര നാൾ നിങ്ങൾ നീട്ടിവെക്കുന്നുവോ എനിക്കറിയില്ല. പക്ഷേ ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയാം, ഇവിടുന്ന് ലഭിക്കുന്ന ദൈവകൃപകൾ, ഇവിടുന്ന് ലഭിക്കുന്ന ദൈവിക ദർശനങ്ങൾ, ഇവിടുന്ന് ലഭിക്കുന്ന ദൈവത്തിൻ്റെ കൃപ അത് പ്രാപിച്ച് ദിവ്യമായ പ്രകാശം കെടുത്തിക്കളയാതെ കരിന്തിരി കത്തുന്ന അനുഭവത്തിലല്ല മറ്റുള്ളവരിലേക്ക് ഇരുട്ടിലിരിക്കുന്ന ജനത്തിന് വലിയൊരു വെളിച്ചമായി, വലിയൊരു കൊടുങ്കാറ്റായി നിങ്ങൾ ദേശത്തേക്ക് ഇറങ്ങിച്ചെന്ന് അന്ധകാരത്തിന്റെ ആഴിയിൽ കിടക്കുന്നവരെ വിശ്വാസത്തിന്റെ കരം നീട്ടി ദൈവവചനത്തിന്റെ ബലത്താൽ അവരെ വലിച്ചു കയറ്റി ദൈവത്തിനെ കാണിച്ചു കൊടുപ്പാൻ ഇവിടെയുള്ള ദൈവമക്കൾ തയ്യാറാകണമെന്ന് ദൈവ നിയോഗത്തോടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇന്ന് പകൽ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത ഭാഗത്തിൽ പറയുകയാണ്, സകലതും അവൻ ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. എന്നിട്ട് പറയാണ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവനിലൊരു അധികാരമുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ചത്തു നാറ്റം വെച്ചവനായ ലാസറിനെ അധികാരത്തോടെ വിളിച്ചപ്പോൾ അവൻ ജീവനോടെ പുറത്തു വന്നു. ഒരു മനുഷ്യബുദ്ധിയിലും തോന്നാത്തത്, ഒരു വൈദ്യശാസ്ത്രത്തിനും തോന്നാത്തത്, ഒരു സംവിധാനങ്ങളുടെ ബുദ്ധി പ്രഭാവത്തിലും എന്താ പറയുക ചിന്ത പോലും വരാത്ത നിലവാരത്തിൽ അവനെ എവിടെ വെച്ചിരിക്കുന്നു എന്ന ഒറ്റ ചോദ്യത്തിൽ വഴികാട്ടിയായി ചെന്ന് അവന്റെ സഹോദരന്മാർ യഹൂദന്മാർ ചുറ്റും നിന്ന പുരുഷാരം പറഞ്ഞു, അവനെ അവിടെയാ വെച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, അധികാരമുള്ളവൻ, ജീവനുള്ളവൻ, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സകലതും ഉണ്ടാക്കിയവൻ ഇന്ന് പകലിൽ വിളിച്ചു പറയുക, ലാസറേ നീ പുറത്തു വാ. അതൊരു അധികാരത്തിന്റെ ശബ്ദമാണ്, അതൊരു ജീവന്റെ ശബ്ദമാണ്. തീർന്നു എന്ന് ഭവിച്ചതിനെ, ജീർണിച്ചു പോയെന്ന് പറഞ്ഞതിനെ, ഇനി അത് ഉണ്ടാകില്ലെന്ന് പറഞ്ഞതിനെ, ചിതലരിച്ചു എന്ന് പറഞ്ഞതിനെ, നാറ്റം ഭവിച്ചു എന്ന് പറഞ്ഞതിനെ ഒറ്റ വിളിയാൽ പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ ഇന്ന് പകലിൽ ഇവിടെയുള്ള ദൈവസഭയുള്ള ദൈവമക്കളോട് വിളിച്ചു പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നത്, തീർന്നു എന്ന് പറഞ്ഞ മണ്ഡലങ്ങളെ നോക്കി നിങ്ങൾ വിധി പറയരുത്. അവസാനിച്ചു എന്ന് പറഞ്ഞതിനെ നോക്കി നിങ്ങൾ ഭാരപ്പെടരുത്. ഉയർക്കില്ലെന്ന് പറഞ്ഞ് ശത്രു കെട്ടിയ ബന്ധനങ്ങളെ നോക്കി നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. ഇന്ന് വിശ്വാസത്തോടെ വിളിച്ചു പറ, അധികാരത്തോടെ പേർ ചൊല്ലി വിളിച്ചവൻ എനിക്ക് വേണ്ടി ഇന്ന് കൽപ്പിക്കുവാൻ പോകുക. അധികാരത്തോടെ എന്നെ പേർ ചൊല്ലി വിളിച്ചവൻ എനിക്ക് വേണ്ടി ഇന്ന് ചിലരെ യുദ്ധം ചെയ്യാൻ പോകുക. അതുകൊണ്ടാണ് 4-ാം വാക്യത്തിൽ പറയുന്നത്, എന്താ പറയുന്നത്? അവനിൽ ജീവനുണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. രാത്രി സമയങ്ങളിൽ ഇവിടെ നാം ഇപ്പോൾ രാത്രിയാണ് നാം ചിന്തിക്കുക, ഈ ഹോളിനകത്തെ ഈ പ്രാർത്ഥനാലയത്തിനകത്തെ ലൈറ്റുകളെല്ലാം കെട്ടുകഴിഞ്ഞാൽ പാസ് ഇവിടെ ഒരു മെഴുകുതിരിയോ അല്ലെങ്കിൽ ഒരു എമർജൻസി ലാമ്പോ കത്തിച്ചു വെച്ചാൽ അതിലേക്ക് അനേക തരം പ്രാണികൾ വന്ന് ആകർഷിക്കും നമുക്ക് കാണുവാൻ കഴിയും. എന്തെന്നറിയാമോ? ചുറ്റും ഇരുട്ട, വെളിച്ചം ഒരിടത്തേ ഉള്ളൂ. ഇന്ന് പകലിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നാം അത് സൂക്ഷ്മമായി നോക്കി
ചെയ്യുക, നമ്മുടെ നഗ്നനേത്രം കൊണ്ട് കാണുവാൻ കഴിയാത്ത തരത്തിലുള്ള ജീവപ്രാണികൾ അതിലേക്ക് വന്ന് ആകർഷിക്കുന്നത് കാണാം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് ആത്മാവിൽ പറയുവാനുള്ളത്, ആമേൻ, ദൈവത്തിന്റെ ആലയത്തിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ആമേൻ നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ മറുപടി കിട്ടിയിട്ട് ഭവനത്തിൽ പോയിരിപ്പാനല്ല. ആമേൻ, ദൈവ തേജസ്സോടെ നിങ്ങൾ ചുറ്റുപാടുമേക്ക് ഇറങ്ങുവാൻ തയ്യാറായ അനേക കണ്ണുകൾ നിങ്ങളുടെ മേൽ ദൃഷ്ടി വെപ്പും. അനേക തരത്തിലുള്ള സ്വഭാവത്തിലുള്ള വർഗത്തിലുള്ള ജാതികർ നിങ്ങളെ നോക്കുവാനിടയായി തീരും. അങ്ങനെ നോക്കും അവർ നമ്മുടെ സ്വർഗസ്നായ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയായി തീരും. എന്തുകൊണ്ടെന്നറിയാമോ? ഇന്ന് വരെ കാണാത്തൊരു ദൈവ തേജസ് അവർ നമ്മളിലൂടെ കാണുന്നുണ്ട്. ഇന്ന് വരെ അറിയാത്തൊരു ദൈവപ്രഭ നമ്മുടെ മുഖത്ത് വിളങ്ങുമ്പോൾ അവർ പറയും, ഇന്ന് ഇവർക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിച്ച് ആരാധിച്ച് ദൈവത്തിന്റെ സാലയം വിട്ട് മടങ്ങിപ്പോകുമ്പോൾ വിശ്വാസത്തോടെ പറയണേ, കർത്താവേ, ഞാൻ നിമിത്തം ഒരുവൻ മരിച്ചവനായി പോകുവാനല്ല, അവനെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ എന്നെ ഒന്ന് അധികാരപ്പെടുത്തണമേ. ഞാൻ നിമിത്തം ഒരു കുടുംബം കർത്താവിന്റെ വേലയിൽ ആദായപ്പെടുവാൻ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ എന്ന് പറയുവാൻ ഇന്ന് പകൽ എത്ര മാതാപിതാക്കൾ തയ്യാറാകും, എത്ര സഹോദരങ്ങൾ തയ്യാറാകും? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, ഏറ്റെടുക്കുന്നവർക്ക് വേണ്ടി പകരുന്ന നിത്യമായ അത്യന്തമായ ഒരു ദൈവകൃപ ഇന്ന് പകൽ ഈ ഹോളിനകത്ത് ചലിക്കാൻ പോകുക. എനിക്കറിയില്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഴമായ എന്നിലൂടെ ഇടപെടുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്ക് ആത്മാവിൽ വിളിച്ചു പറയുവാനുള്ളത്, ചടകുടഞ്ഞെടുക്കുന്ന സിംഹം പോലെ ദൈവസഭയെ നിങ്ങൾ എഴുന്നേൽപ്പാൻ തയ്യാറാകുകയും നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം, നിങ്ങളെ ശക്തരാക്കുന്ന ഒരു ദൈവം, നിങ്ങളെ കൈവിടാത്തൊരു കർത്താവ് ഇന്ന് പകലിൽ ഈ ഹോളിനകത്ത് അവന്റെ ആത്മനിറവോടെ ആ ദൈവ തേജസ്സോടെ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവകാരം, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവകൃപ. അത് ക്ഷീണിച്ചു പോയതല്ല, അത് ബലഹീനമായതല്ല, കരുത്തോടെ പുറത്തു വരുന്ന ഒരു മല്ലനെ പോലെ പുറത്തു വരുന്ന ഒരു ദൈവ സാന്നിധ്യം. ജീവനുള്ളവൻ ഇതിനകത്തിറങ്ങി വന്നിട്ടുണ്ട്. ചില മണ്ഡലങ്ങളോട് കൽപ്പിപ്പാൻ, ദേശത്തിന്റെ അതിരുകളോട് കൽപ്പിപ്പാൻ, ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി കൽപ്പിപ്പാൻ, ഞാൻ എന്റെ സഭയെ പടിയും പാതാള ഗോപുരങ്ങൾ അതിലെ ജയിക്കയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനിവിടെ അവസാനിപ്പിക്കുക. ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുക. ഈ വചനം നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ നമുക്ക് വലിയ പ്രാധാന്യമില്ല. കാര്യം എന്താ? നമ്മളിത് എന്നും കാണുന്നതാ. പക്ഷെ ഇതിനകത്തെ തിരുവെഴുത്തുകൾ അത് ജീവനുള്ളതാണ്. പ്രൈസ് ലോ. ഈ വചനം നമുക്ക് തോന്നുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യരുത്? വെക്കരുത്. പ്രൈസ് ലോ. ഇതൊരു പ്രായമുള്ളൊരു പാസ്റ്റർ എന്നോട് പറഞ്ഞൊരു അനുഭവം. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇതാദ്യം ഇരിക്കുന്നത് കയറി ചെല്ലുന്ന ഒരു ടീപ്പോയിലാണ്. ആ കുടുംബത്തിലെ കൊച്ചുമക്കളുടെ ബൈബിള് വരെ അതിലടുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെയൊക്കെ വീട്ടിൽ വന്ന ഈ തിരുവചനം എവിടെയാണ് ഇരിക്കുന്നത്? പ്രൈസ് ലോ. ഒന്ന് ചിന്തിക്കണം. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് വെക്കും. അത് പിന്നെ അവിടെ ഇരിക്കും, ചിലപ്പോൾ പൊടി പിടിക്കും. നിത്യമെടുക്ക് വായിക്കുന്നവരാണെങ്കിൽ ആ ബൈബിളിൽ ഇരിക്കുന്ന സ്ഥാനങ്ങൾക്ക് എന്തുണ്ടാവും? മാറ്റങ്ങളുണ്ടാകും. പക്ഷേ ഇതിനൊരു പ്രാധാന്യമുണ്ട് കേട്ടോ. ഇതിനൊരു പ്രാധാന്യമുണ്ട്. ഇത് ജീവൻ്റെ വചനമാണ്. ഇത് പല വർണ്ണത്തിലും കൊറിയൻ പ്രിൻറ്റിലും പല സൈസിലും പല രൂപത്തിലും പല എന്താ പറയുക ഗിൽറ്റിലും ഒക്കെ നമ്മുടെ കിട്ടുമ്പോൾ നമുക്കിത് വലിയ പ്രാധാന്യം നമുക്ക് തോന്നത്തില്ല. എന്തിന് ഒന്നറിയാതെ ചവിട്ടിയാൽ പോലും നമ്മൾ വലിയ ഗൗരവമാക്കാറില്ല. ഇന്ന് പകലിൽ ഞാൻ ഈ വചനം ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ പൊങ്ങി വന്ന ഒരു ചിന്തയാണ്, ഇതിനൊരു പ്രാധാന്യമുണ്ട്. ഇത് മാറോട് ചേർത്ത് പിടിക്കുന്നവനെ കർത്താവ് മാറോട് ചേർത്ത് പിടിക്കും. ഇത് ചുമന്നവനെയൊക്കെ കർത്താവ് വളരെ ഭാരങ്ങളിൽ, പ്രയാസങ്ങൾ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇത് ചേർത്ത് പിടിച്ച് നിലവിളിച്ച അഭിഷക്തന്മാരെ ഉയർത്തി ദൈവത്തിന് തിരുവചനമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആ തിരുവചനം നമ്മുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഒരു വചനം എൻ്റെ ഉള്ളിൽ കിട്ടിയത് ഇപ്രകാരമാണ്. വചനം നമ്മുടെ ഉള്ളിലിരിക്കുകയല്ല, അത് ഉള്ളിൽ നിന്ന് പുറത്തു വന്ന് അത് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണണം. ചില പ്രവൃത്തി മണ്ഡലങ്ങളിൽ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന
പ്രവർത്തിക്കുന്നത് നമ്മുടെ കണ്ണുകൊണ്ടൊന്ന് കാണണം. ആത്മാവിൻ്റെ കണ്ണൊന്ന് തുറക്കണം. ഇന്ന് പകലിൽ ആ ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ ശബ്ദം നമ്മുടെ നടുവിലുണ്ട്. ആ ദൈവവചനം നമ്മുടെ നടുവിലുണ്ട്. ആ ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. അതിനായി പ്രാർത്ഥിക്കാം, കാതോർക്കാം. ദൈവത്തിന് കൃപ നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.